ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പാഠപുസ്തകത്തോടൊപ്പം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ LP-UP ഡിഗ്രി ലെവൽ LD ക്ലർക്ക് എക്സാമുകൾക്കൊക്കെ സ്പെഷ്യലായിട്ട് ചോദിക്കുന്ന നമ്മുടെ കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ്. നമുക്കറിയാം, കറണ്ട് അഫെയർസിൽ നിന്നും നമുക്ക് 20 മാർക്കാണ് വരുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്കിന്ന് ഒരു 10-25ഓളം കറണ്ട് അഫെയർസ് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ബ്ലോക്ക് പഞ്ചായത്ത്. ഉത്തരം കിളിമാനൂര്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്താണ് കിളിമാനൂര്. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അതും ഏതാണ്? കിളിമാനൂരാണ്. അതുപോലെ തന്നെ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് അതേതാണ്? തിരുവനന്തപുരം ജില്ലയിലെ പുല്ലാമ്പാറ. അപ്പം നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലാമ്പാറ. അടുത്ത ചോദ്യങ്ങൾ നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം ഏത്? ഉത്തരം തളിപ്പറമ്പ്, കണ്ണൂര്. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല. ഉത്തരം കാസർഗോഡ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭ. ഉത്തരം കൊട്ടാരക്കര. അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാര ജേതാവ്. ഓപ്ഷൻസ്: ബെന്യാമിൻ, കെ വേണു, KR മീര, സാറ ജോസഫ്. ഉത്തരം സാറ ജോസഫ്. ഇനി നമുക്ക് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരവുമായി ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റീവ് ഫാക്ട്സ് നോക്കാം. സാറ ജോസഫിന് ബൈബിൾ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട കറ എന്ന നോവലിനാണ് സാറ ജോസഫിനെ ഫെഡറൽ ബാങ്കിൻ്റെ സാഹിത്യ പുരസ്കാരത്തിന് അർഹയാക്കി തീർത്തത്. അങ്ങനെയാണെങ്കിൽ 2022 പ്രഥമ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം കെ വേണു. അതുപോലെ തന്നെ 2024 സാറ ജോസഫിന് ഒത്തിരി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം കൂടാതെ 2024 17ാമത് മലയാറ്റൂർ പുരസ്കാരം കിട്ടിയത് സാറ ജോസഫിനാണ്. കൃതി എസ്തേർ. ഓർത്തു വയ്ക്കുക, 17ാമത് മലയാറ്റൂർ പുരസ്കാരമാണ് 2024 പ്രഖ്യാപിച്ചത്. അതിന് അർഹയായ വ്യക്തിയാണ് സാറ ജോസഫ്. കൂടാതെ അവർക്ക് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാറ ജോസഫിനെ മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹയാക്കിയ കൃതിയാണ് എസ്തേർ. അതുപോലെ തന്നെ 2024 അക്ഷിത സ്മാരക പുരസ്കാരം ലഭിച്ചിരിക്കുന്നതും സാറ ജോസഫിനാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചാന്ദ്ര പര്യവേഷണത്തിനായി പെരഗ്രീൻ ബഹിരാകാശ പേടകം വിക്ഷേപിച്ച രാജ്യം? റഷ്യ, US, കാനഡ, ഫ്രാൻസ്. ഉത്തരം പെരഗ്രീൻ എന്ന് പറഞ്ഞ ബഹിരാകാശ പേടകം വിക്ഷേപിച്ചത് US ആണ്. അടുത്ത ചോദ്യം, അതുമായി ബന്ധപ്പെട്ട ചില റിലേറ്റീവ് ഫാക്ട്സ് നമുക്ക് നോക്കാം. ചന്ദ്രനിലേക്കുള്ള അമേരിക്കയുടെ സ്വകാര്യ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യമാണ് ഏത്? പെരഗ്രീൻ. പെരഗ്രീൻ എന്ന് പറഞ്ഞ ഒരു ചാന്ദ്ര ദൗത്യമാണ്. അതുപോലെ തന്നെ ഈ പെരഗ്രീൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സ്ഥാപനമാണ് ആസ്ട്രോബോട്ടിക് ടെക്നോളജി. ഏത് സ്ഥാപനമാണ് പെരഗ്രീൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? ആസ്ട്രോബോട്ടിക് ടെക്നോളജി. അതുപോലെ തന്നെ 50 വർഷത്തിനിടയിൽ അമേരിക്കയിൽ നിന്നുള്ള ഒരു ആദ്യത്തെ ചാന്ദ്ര ലാൻഡിംഗ് ദൗത്യമായിരുന്നു പെരഗ്രീൻ. പക്ഷേ ദൗത്യം പരാജയമായിരുന്നു. അതുപോലെ തന്നെ 2024 ഫെബ്രുവരിയിൽ നാസ ആരംഭിച്ച സ്വകാര്യ ചാന്ദ്ര ദൗത്യം ഏത്? ഉത്തരം നോവാസി. അതായത് നാസ 2024 ഫെബ്രുവരിയിൽ ആരംഭിച്ച സ്വകാര്യ ചാന്ദ്ര ദൗത്യമാണ് നോവാസി. ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏതു മലയാള ചലച്ചിത്ര താരത്തിൻ്റെ ആത്മകഥയാണ് ഇന്ദ്രധനുസ്? ഇന്ദ്രൻസ്, ഇന്നസെന്റ്, ഇന്ദ്രജിത്ത്, മോഹൻലാൽ. അപ്പൊ ഇന്ദ്രധനുസ് എന്ന് പറഞ്ഞ ആത്മകഥ ആരുടെ ആത്മകഥയാണ്? ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ്. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില റിലേറ്റീവ് ഫാക്ട്സ് നമുക്ക് നോക്കാം.
ഇന്ദ്രൻസിന്റെ ഓർമ്മക്കുറിപ്പുകൾ അടങ്ങിയ പുസ്തകത്തിന്റെ പേരാണ് സൂചിയും നൂലും. ഏതാണ്? സൂചിയും നൂലും. ഓക്കെ, ഇത് രചിച്ചത് 2 വ്യക്തികൾ ചേർന്നാണ്. ഒന്ന് ഇന്ദ്രൻസും അതുപോലെ തന്നെ ഷംസുദ്ദീൻ കൂടോത്തും. അപ്പൊ 2 വ്യക്തികൾ ചേർന്നാണ് ഇന്ദ്രൻസിന്റെ ഓർമ്മക്കുറിപ്പുകൾ അടങ്ങിയ പുസ്തകം രചിച്ചത്. അതിന്റെ പേരാണ് സൂചിയും നൂലും. ഇത് രചിച്ചത് ഇന്ദ്രൻസും ഷംസുദ്ദീൻ കൂടോത്തും ചേർന്നാണ്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് ആര്? ഇന്ദ്രൻസ്. അതുപോലെ തന്നെ 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തില് പ്രത്യേക ജൂറി പരാമർശം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ്? ഹോം എന്ന് പറഞ്ഞ ചിത്രത്തിലെ അഭിനയത്തിന്. അപ്പൊ 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തില് പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ഇന്ദ്രൻസ്. ഇന്ദ്രൻസ് ജീവിതം, പഠനം, സംഭാഷണം എന്ന കൃതി രചിച്ചിരിക്കുന്നത് സി സുനിലാണ്. അതുപോലെ തന്നെ മികച്ച നടനുള്ള 48ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇന്ദ്രൻസിനാണ്. 2017 അദ്ദേഹത്തിന് എന്നാണ് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്? 2017 48ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് ഇന്ദ്രൻസിന് ലഭിച്ചിരിക്കുന്നത്. റിലേറ്റീവ് ഫാക്ട്സ് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം? ഉത്തരം നമുക്ക് നോക്കാം, ഓപ്ഷൻസ് നോക്കാം. കോഴിക്കോട്, ഗ്വാളിയോർ, ഝാൻസി, തിരുവനന്തപുരം. ഉത്തരം കോഴിക്കോടാണ്. അതുമായി ബന്ധപ്പെട്ട ചില റിലേറ്റീവ് ഫാക്ട്സ് നമുക്ക് നോക്കാം. ലോക നഗര ദിനത്തില് യുനെസ്കോ പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ ഏറ്റവും പുതിയ പട്ടികയിലാണ് കോഴിക്കോട് ഇടം പിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ യുനെസ്കോയുടെ സംഗീത നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരമാണ് ഗ്വാളിയോർ. മധ്യപ്രദേശിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ലോകത്തിലെ ആദ്യ നഗരം കൂടിയാണ് പ്രാഗ്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ലോകത്തിലെ ആദ്യ നഗരമാണ് പ്രാഗിന് 2014 ഈ സാഹിത്യ നഗര പദവി ലഭിച്ചത്. ഈ കോഴിക്കോടിനെ യുനെസ്കോ സാഹിത്യ നഗര പദവി നേടിക്കൊടുക്കുവാനായിട്ട് സഹായിച്ച ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിന്റെ പേരാണ് ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗ് യൂണിവേഴ്സിറ്റി. ഏത് യൂണിവേഴ്സിറ്റിയാണ്? ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗ് യൂണിവേഴ്സിറ്റി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സംസ്ഥാനത്ത് ആദ്യമായി തുളസീവനം ആരംഭിച്ച ഇക്കോ ടൂറിസം കേന്ദ്രം? ഉത്തരം കോന്നി. സ്വന്തമായി ത്രിമാന മിനിയേച്ചർ രൂപമുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ ടൂറിസം കേന്ദ്രം? ഉത്തരം മലപ്പുറം ജില്ലയിലെ കൊടികുത്തിമല. അതായത് സ്വന്തമായി 3D മിനിയേച്ചർ രൂപമുള്ള നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രമാണ് മലപ്പുറം ജില്ലയിലെ കൊടികുത്തിമല. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം കേന്ദ്രമാണ് പുന്നപ്ര. ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ സംസ്ഥാനത്തെ ആദ്യത്തെ ഹെലി ടൂറിസം ആരംഭിച്ചത് ഏത് ജില്ലയിലാണ്? നമ്മുടെ എറണാകുളം ജില്ലയിലാണ്. കൊച്ചിയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഹെലി ടൂറിസം പദ്ധതി ആരംഭിച്ചത്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി. മറന്നുപോരുത്, ഓപ്പറേഷൻ ജംഗിൾ സഫാരി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രാജ്യത്ത് ആദ്യമായി ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനം? 4 സംസ്ഥാനങ്ങളുണ്ട്. ഓപ്ഷൻസ്: കേരളം, തമിഴ്നാട്, കർണാടക, UP. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ആദ്യമായി ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതുമായി ബന്ധപ്പെട്ട റിലേറ്റീവ് ഫാക്ട്സ്. എന്താണ് ആന്റിബയോഗ്രാം എന്ന് നമുക്ക് നോക്കാം. ബാക്ടീരിയകൾക്ക് ആന്റിബയോട്ടിക്കുകളോടുള്ള പ്രതിരോധ ശേഷി അളന്ന് ക്രോഡീകരിക്കുന്നതാണ് ഈ ആന്റിബയോഗ്രാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ആന്റിബയോട്ടിക്കുകൾ വിതരണം ചെയ്യുന്ന ആ കവറുകളുടെ ഏകീകൃത ഒരു നിറമുണ്ട്. ആ നിറമാണ് നീല. അപ്പം സംസ്ഥാനത്ത് ആന്റിബയോട്ടിക്കുകൾ വിതരണം ചെയ്യുന്ന കവറുകളുടെ ഏകീകൃത നിറമാക്കുന്നത് നീലയാണ്. അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആരോഗ്യ ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പ്. KASP അതിൻ്റെ ഫുൾ ഫോം ആണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അതുപോലെ തന്നെ മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ എന്നിവയുടെ സമഗ്രമായ ആരോഗ്യം ഉറപ്പാക്കാനുള്ള പദ്ധതിയാണ് ഏകാരോഗ്യം. മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ സമ്പൂർണ്ണ ആരോഗ്യം ഉറപ്പാക്കാനുള്ള പദ്ധതി ഏകാരോഗ്യം.
നമ്മുടെ ആരോഗ്യ മേഖലയിലെ നൂതന സങ്കേതങ്ങളുടെ ആ വികസനവുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡിന് അർഹമായ സംസ്ഥാനമാണ് നമ്മുടെ സ്വന്തം കേരളം. അതുപോലെ തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2023 ബുക്കർ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഓപ്ഷൻസ്: ഷെഹാൻ കരുണതിലക, ഹിലരി മാൻഡിൽ, ജോർജി ഗോസ്പോഡിനോവ്, അതുപോലെ തന്നെ പോൾ ലിഞ്ച്. ഷെഹാൻ കരുണതിലക, ഹിലരി മാൻഡിൽ, ജോർജി ഗോസ്പോഡിനോവ്, പോൾ ലിഞ്ച്. 2023 ബുക്കർ പ്രൈസ് ആർക്കാ കിട്ടിയത്? പോൾ ലിഞ്ചിനാണ്. അദ്ദേഹത്തിന്റെ കൃതിയായ പ്രൊഫറ്റ് സോങ്ങിനാണ് ഈ പുരസ്കാരം കിട്ടിയത്. നമുക്കറിയാം, ഇംഗ്ലീഷ് എഴുത്തുകാരുടെ ബ്രിട്ടനിലും അയർലൻഡിലും പ്രസിദ്ധീകരിക്കുന്ന നോവലുകൾക്കാണ് ബുക്കർ പുരസ്കാരം നൽകി വരുന്നത്. 2023 ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരമല്ല, ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നമ്മുടെ ജോർജി ഗോസ്പോഡിനോവിനാണ്. അദ്ദേഹത്തിന്റെ ടൈം ഷെൽട്ടർ എന്ന നോവലിനാണ് ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം കിട്ടിയത്. അപ്പോൾ ഓർത്തു വയ്ക്കുക, 2023 ബുക്കർ പുരസ്കാരം കിട്ടിയത് പോൾ ലിഞ്ചിനാണ്. അദ്ദേഹത്തിന്റെ പ്രൊഫറ്റ് സോങ് എന്ന കൃതിക്കാണ്, ആ നോവലിനാണ്. അതുപോലെ തന്നെ 2023 ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം കിട്ടിയത് ജോർജി ഗോസ്പോഡിനോവിനാണ്. അദ്ദേഹത്തിന്റെ നോവലായ ടൈം ഷെൽട്ടറിനാണ്. 2022 ബുക്കർ പുരസ്കാരം അപ്പോൾ ആർക്കാ കിട്ടിയത്? ഷെഹാൻ കരുണതിലകയ്ക്കാണ്. ആർക്കാണ്? ഷെഹാൻ കരുണതിലക. നെക്സ്റ്റ് ചോദ്യം, ടൈം മാഗസിൻ 2023 അത്ലറ്റ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഓപ്ഷൻസ്: ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, ടൈലർ സ്വിഫ്റ്റ്, സാം ഓൾട്ട്മാൻ. ഉത്തരം ലയണൽ മെസ്സി. ലയണൽ മെസ്സിക്ക് ഇത് 3-ാം തവണയാണ് ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം കിട്ടുന്നത് നമുക്കറിയാം. അപ്പോൾ 2023 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? ലയണൽ മെസ്സിക്കാണ്. 2023 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ലയണൽ മെസ്സി. ഇത് 3-ാം തവണയാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള 2023 ബാലൻഡിയോർ പുരസ്കാരം ലഭിച്ചത് പുരുഷന്മാരിൽ ലയണൽ മെസ്സിക്കാണ്. അപ്പൊ മികച്ച വനിതാ താരത്തിന് ലഭിച്ചത് ബാലൻഡിയോർ കിട്ടിയത് ആർക്കാണ്? ഐറ്റാന ബോൺമതിക്കാണ്. അതായത് സ്പെയിൻകാരിയായ ഐറ്റാന ബോൺമതി. അപ്പം മികച്ച പുരുഷ താരം ബാലൻഡിയോർ കിട്ടിയത് ലയണൽ മെസ്സി, മികച്ച വനിതാ താരം ബാലൻഡിയോർ കിട്ടിയത് ഐറ്റാന ബോൺമതി. 2023 അതുപോലെ തന്നെ 2023 അന്തരിച്ച ഗായിക വാണി ജയറാമിന്റെ യഥാർത്ഥ പേര്? വാണി പത്മിനി, മീനാവാണി, കലൈ രഞ്ജിനി, കലൈവാണി. അപ്പോൾ വാണി ജയറാമിന്റെ യഥാർത്ഥ പേരാണ് കലൈവാണി. റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 3 തവണ കരസ്ഥമാക്കിയ വ്യക്തിയാണ് നമ്മുടെ വാണി ജയറാം. അപ്പോൾ വാണി ജയറാമിന് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച ചിത്രങ്ങൾ ഇവയൊക്കെയാണ്: 7 സ്വരങ്ങൾ 1975, ശങ്കരാഭരണം 1980, സ്വാതികിരണം 1991. അത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. 7 സ്വരങ്ങൾ, ശങ്കരാഭരണം, സ്വാതികിരണം. അതുപോലെ തന്നെ 2023 വാണി ജയറാമിനെ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു 10-25ഓളം കറണ്ട് അഫെയർസ് ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റീവ് ഫാക്ട്സുമാണ് നോക്കിയത്. ഈ ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആകും. അപ്പോൾ എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഈ ക്ലാസ് കേട്ട് പഠിച്ചോളൂ. കാരണം നമുക്കറിയാം, ഇനി അടുത്ത ആഴ്ച തൊട്ട് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഉടനെ തന്നെ LP UP എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് യൂസ്ഫുൾ ആവും. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ക്ലാസ് യൂസ്ഫുൾ ആയാൽ ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.